ത്തിൻ്റെ കരുണ ആണല്ലോ കർത്താവെ കൈയും കാലുമായി ക്രിസ്തുവായി കടലുമീതെ നടന്നു വന്നത്. അതുപോലെ ആ കരുണ കർത്താവെ അങ്ങനെ തിരുസന്നിധിയിൽ കൈ ഉയർത്തുന്ന എല്ലാ മക്കളുടെ മേലും നീ കൈ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടകൾ നടത്തിയവരുണ്ട്, അത് പൂട്ടാൻ പോകുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയാൻ പാടില്ല, അത് വിഷമിക്കുന്നവരുണ്ട്. ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ കരകയറുമ്പോഴും അവർ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ ചുറ്റി പിടിച്ച് ജപ്തിയായി പോകുന്നവരുണ്ട്, അടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ജപ്തിയായി പോകുന്നവരുണ്ട്. ചില വാടകക്കാർ കയറിയിട്ട് വാടകയ്ക്ക് ഇന്ന് ഇറങ്ങിപ്പോകാത്തവരുണ്ട്. അതിൻ്റെ പേരിൽ അത് കൊടുക്കാനും പറ്റുന്നില്ല, കുടുംബത്തിലെ പുതിയ ചിലവുകൾ നടത്താനും പറ്റുന്നില്ല. അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്. ഈശോ നടന്ന് കയറാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടക്കാത്തവരുണ്ട്. അങ്ങനെ പല വിഷമതകൾ കൊണ്ട് കർത്താവെ ആരോടും പറയാതെ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ഓർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് തൊണ്ടേ പഴുത്ത പോലെ വിഴുങ്ങി തീർക്കരുത് മനുഷ്യൻ.